പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമൊക്കെ ദിവസങ്ങളോളം മാസങ്ങളോളം സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതാ വരുന്നു പുതിയൊരു വാർത്ത. പാകിസ്ഥാനിൽ പൗരത്വ നിയമം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കിയത് 8000-ഓളം അഫ്ഗാൻ പൗരന്മാരെയാണെന്ന് ഖാമ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ 462 ആളുകൾ ഉൾപ്പെടുന്ന 90 കുടുംബാംഗങ്ങളെ ടോർഖാം ക്രോസിംഗിലൂടെയാണ് കടത്തിവിട്ടത്. 369 ആളുകളടങ്ങുന്ന 67 കുടുംബങ്ങളെ ബോൾഡാക് ക്രോസിംഗിലൂടെയും കടത്തിവിട്ടിരിക്കുന്നു. അങ്ങനെ 8000 പേരെ അതിർത്തി കടത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ എത്തിയ അഭയാർത്ഥികളുടെ നില വളരെ പരിതാപകരമാണ്. മരുന്നോ ഭക്ഷണമോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഏതായാലും മുഴുവൻ കുടിയേറ്റക്കാരെയും പുറത്താക്കുമെന്ന് പാകിസ്ഥാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ കുടിയേറിയവർക്കൊക്കെ പൗരത്വം നൽകി കുടിയിരുത്തണമെന്ന് പറയുന്നിടത്താണ് നമ്മളുടെ തൊട്ടടുത്ത അയൽരാജ്യമായ പാകിസ്ഥാൻ അവിടെ കുടിയേറിയവരെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നു. കുടിയേറിയവരെല്ലാവരും തന്നെ ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് പോലും അവിടെ അവർ പൗരത്വം നൽകുന്നില്ല. അപ്പോഴാണ് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം വേണ്ട എന്ന് പറയുന്നു. ചില മുഖ്യമന്ത്രിമാർ പറയുന്നു നടപ്പാക്കില്ല എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് അല്പം തമാശ നമുക്ക് തോന്നി തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.